ഈ ബൈബിൾ മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, സങ്കീർത്തനം 118:22 എടുത്തേ. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല്, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇതിപ്പോ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഈ പണിക്കാര് ചിലപ്പോൾ ചില ആൾക്കാർ ഈ നമ്മുടെ യോഗ്യത, നമുക്ക് അയോഗ്യതയുള്ളത് കാരണം, ഇപ്പം നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് അല്ലേ ഉടമ്പടിയുടെ ആപ്തവാക്യം. നിന്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടെന്ന്. അപ്പോൾ ഈ പണിക്കാരെന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ബന്ധുക്കളാകാം, നമ്മളെ സഹായികളാകാം, നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ ധരിക്കുന്നവരാകാം, നമ്മളോട് സഹായിക്കാൻ ബാധ്യതയുള്ളവരാകാം. അപ്പം ചില സമയത്ത് നമ്മൾ റിജക്റ്റ് ചെയ്യുന്ന കോളേജിലെ അഡ്മിഷനാകാം, ജോലി ഇൻ്റർവ്യൂവിന് പോകുന്ന പരാജയപ്പെടുന്ന അവസ്ഥയാകാം. പണിക്കാർ മുഴുവനും നമ്മുടെ ചുറ്റും പണിക്കാരാണ്. നമുക്ക് പണിവെക്കുന്നവരും നമ്മളെ തള്ളിക്കളയുന്നവരും എല്ലാം ബൈബിളിലെ പണിക്കാരാണ്. അപ്പം പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തീർന്നില്ല. മനസ്സിലായില്ലേ? അത് പണിക്കാർ മൊത്തം പണിക്കാരാണല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് നമുക്കൊരു തട്ട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നീ പോയി ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെയാണ് ധരിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ല എന്ന്. അതെന്താണ്? അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, കർത്താവിന്റെ പ്രവൃത്തി. അത് വായിച്ചേ. ഇത് കർത്താവിന്റെ പ്രവൃത്തി. എന്താണ് കാര്യം? എന്താണ്? പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലാകണത് എന്തുകൊണ്ടാണ്? അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. അതാണ് ഇത് കർത്താവിന്റെ പ്രവൃത്തി. എൻ്റെ ദൈവവേദരെ, എവിടെയെങ്കിലും നിനക്ക് തട്ടുകേടുണ്ടായാൽ അതിൻ്റെ അർത്ഥം ഇനി നീ മനുഷ്യരിലോ പൊന്നിലോ പാട്ടിലോ പണമ്പിലോ പറമ്പിലോ ഒന്നും ആശ്രയിക്കേണ്ട, കർത്താവിൽ തന്നെ ആശ്രയിക്കണം. എന്താണ്? നിന്റെ ഫോർമാറ്റ് ടോട്ടൽ ചേഞ്ച് ചെയ്ത് നീ ദൈവത്തിനെ അറിയാനും ദൈവത്തിനെ കൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ തട്ടുകേടൊക്കെ ഉണ്ടാകുന്നത്. അല്ല നീ ഞാൻ ഇത്രയും കഴിവുണ്ടായിരുന്നു, ഞാൻ ഇത്രയും പഠിച്ചു, ഞാൻ ഇത്രയും എന്നേക്കാൾ കഴിവ് കുറഞ്ഞവർ കയറിപ്പോയി, ഇങ്ങനെ കുറേ ഇങ്ങനെ ഈ കഴുത പാട്ട് പാടുന്ന പോലെ പാട്ട് നടക്കേണ്ട ഒരു കാര്യമില്ല. മറിച്ച് എന്താ സംഭവിച്ചാൽ നീ പൂർണ്ണമായി ദൈവത്തിൻ്റെ കൈകളിലേക്ക് വരാൻ പോകുന്നു, ദൈവം എന്നെ ഏറ്റെടുക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് ഈ പണിക്കാരെ കൊണ്ട് ഉപേക്ഷിപ്പിക്കണത്. ഉപേക്ഷിക്കുന്നതല്ലേ, അവരോട് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടാണ് അവർ ഉപേക്ഷിച്ചത്. എന്താണ്? നീ ദൈവവേദനായതുകൊണ്ടാണ്. അതിനോട് ബന്ധപ്പെട്ട് വരുന്ന വചനമാണേ. അതായത് 127:1 എടുത്ത സങ്കീർത്തനം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. അതാണ് നിങ്ങളുടെ മുഴുവനും. നിങ്ങൾ വെള്ളം അടിക്കണതും ആത്മഹത്യ ചെയ്യാൻ പോണതും പണിക്കാരുടെ നിന്ന് പണി കിട്ടിയതെന്നല്ലേ. അവൻ ചതിച്ചു, ഇവൻ ചതിച്ചു, അവൻ വിസ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നില്ല, 8 ലക്ഷം പോയി. ഓൺലൈനിൽ ഞാൻ ഗ്യാമ്പിൾ ചെയ്തു, കാശ് പോയി. ഇങ്ങനെ പണിക്കാർ നിങ്ങൾ ചതിക്കുമല്ലോ, അതിനകത്ത് സംശയമില്ല കാര്യങ്ങളില്ലേ. അപ്പം പണിക്കാർ എപ്പോഴും പണി തരുമെന്നുള്ള ഉറപ്പാണ്. അപ്പം സങ്കീർത്തനം എന്താ പറയണത്? 127:1 പറഞ്ഞാൽ കർത്താവാണ് ഭവനം പണിയണത്. അപ്പം പണിക്കാർ ചതിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? കർത്താവാണ് ഭവനം പണിയേണ്ടതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തിക്കണം കർത്താവ്. നീ ആശ്രയിച്ചേക്കണം. 2 വചനം ഒന്നാണ് കേട്ടോ. അതായത് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിന് മൂലക്കല്ലാകണതും, അതുപോലെ അത് സങ്കീർത്തനം 118:22 കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ പണി വ്യർത്ഥമാണെന്നും. അപ്പം ഈ പണി വ്യർത്ഥമാകുന്ന, പണിക്കാർ പണിഞ്ഞാലും നമ്മൾ സഹായിച്ചാലും അത് വ്യർത്ഥമാണ്. എന്താ കാര്യം? കർത്താവ് ഭവനം പണിയണം. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല. കാര്യം എന്താണ്? കർത്താവ് അതിനെ മൂലക്കല്ലാക്കും. അപ്പം കർത്താവ് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ്. അപ്പം കർത്താവിൻ്റെ ഫോക്കൽ പോയിന്റ് ആയിട്ട് അങ്ങോട്ട് ജീവിതം റീഅറേഞ്ച് ചെയ്താണ്ടല്ലോ, അടിപൊളിയായിരിക്കും. താങ്ക് യു.